ിലേക്ക് വരുമ്പോൾ കുർബാന തർക്കത്തെ തുടർന്ന് പള്ളിക്കുള്ളിൽ ഏറ്റുമുട്ടൽ. എറണാകുളം കാലടി താന്നിപ്പുഴ പള്ളിയിലാണ് വിശ്വാസികൾ ഏറ്റുമുട്ടിയത്. സിനഡ് കുർബാന നടത്താനുള്ള വൈദികന്റെ ശ്രമം വിശ്വാസികൾ എതിർത്തു. വൈദികനെ പിന്തുണച്ചെത്തിയ ആളുമായാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഡാനി ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാനി, ഈ ഏകീകൃത കുർബാനയിലൊക്കെ തർക്കം തുടരുകയാണ്. ഇതിപ്പോൾ വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോകുന്നു. പോലീസ് ഇടപെടുന്ന സാഹചര്യത്തിലേക്കടക്കം എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവം. ഇതിന്റെ ഒരു വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇതിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്ക് കുർബാന ഏകീകരണ വിഷയം മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ക്രിസ്തുമസ് ദിവസം മുതൽ തന്നെ ആരംഭിച്ചു. ക്രിസ്തുമസ് ദിവസം ചിറ്റൂർ സെൻറ്റ് തോമസ് പള്ളിയിൽ ഇത് ഏകീകൃത കുർബാന അർപ്പിക്കണം, അതായത് സിനഡ് നിർദ്ദേശിച്ച കുർബാന അർപ്പിക്കണം എന്ന് വിശ്വാസികൾ ഒരു ഭാഗം ആവശ്യപ്പെട്ടു. എന്നാൽ ജനാഭിമുഖ കുർബാനയെ തുടരാൻ അനുവദിക്കുകയുള്ളൂ എന്ന നിലപാടിലേക്ക് വന്നു. അത് വലിയ തർക്കത്തിലേക്ക് വന്നു. പോലീസ് ക്രിസ്മസ് ദിവസം രാത്രി പള്ളിക്കകത്ത് കയറുകയും ഇത് നിയന്ത്രിക്കേണ്ട ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തുകയും തന്നെ ചെയ്തു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അത്ര കണ്ട വിഷയങ്ങൾ രൂക്ഷമാവുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന വിഷയങ്ങൾ കാലടി താന്നികൾ പള്ളിയിൽ നടക്കുന്ന ദൃശ്യങ്ങളാണ്. അവിടെ സിനഡ് നിർദ്ദേശിച്ച കുർബാന ചൊല്ലണമെന്ന്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിഷയങ്ങളുടെ തുടർച്ച തന്നെയാണ്. ഈ രീതിയിലേക്ക് കുർബാന തുടരാനായിട്ട് വന്നു. വിശ്വാസികൾ എതിർത്തു. ഇവിടെ ജനാഭിമുഖ കുർബാനയെ പറ്റൂ എന്ന് പറയുന്നു. വൈദികനെ പിന്തുണച്ചയാളും എതിർത്തയാളും തമ്മിലാണ് ഇപ്പോൾ തിരിക്കാലുമായി, മെഴുകുതിരി കത്തിക്കുന്ന തിരിക്കാലുമായിട്ട് ഏറ്റുമുട്ടുന്നൊരവസ്ഥയിലേക്ക് പള്ളിക്കകത്ത് ഈ രീതിയിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ വളരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. ഇപ്പോൾ എതിർത്തയാളെ പുറത്താക്കി ഇപ്പോൾ ജനാഭിമുഖ കുർബാന എന്ന രീതിയിലേക്ക് അവിടെയും വരികയാണ്. ഇവിടെ ഈ പല സ്ഥലങ്ങളിലും തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പലയിടങ്ങളിലും തന്നെ ഈ വിഷയങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന അർപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് പള്ളിയിൽ കുർബാനയുണ്ടാകില്ല എന്ന പറവൂർ കോട്ടക്കടവ് ഇടവകയിൽ ഇടവക വികാരി തന്നെ ഫാദർ ജോസ് പുതിയടത്ത് തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഏതാണ്ട് ഈ കുർബാന വിഷയം വലിയ രീതിയിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിഷയമായി മാറുകയാണ്. 328 ഇടവകകളിൽ ഏതാണ്ട് 292 ജനാഭിമുഖ കുർബാനയാണ് ക്രിസ്മസ് ദിവസത്തിൽ ചൊല്ലിയതെന്നാണ് വിമത വിഭാഗത്തിൻ്റെ ഒരു അവകാശവാദമായിട്ട് തന്നെ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ തർക്കങ്ങൾ പലയിടങ്ങളിലും തന്നെ തുടരുന്നു. ക്രിസ്മസ് ദിവസം മുതൽ ജനാഭിമുഖ കുർബാനയ്ക്ക് പകരം സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത കുർബാനയെ പാടുള്ളൂ എന്നാണ് വത്തിക്കാൻ്റെ ഇതുവരെയുള്ളൊരു നിർദ്ദേശം. അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാർപ്പാപ്പയോ നിർദ്ദേശിച്ചുകൊണ്ട് മാത്രം ക്രിസ്മസ് ദിനത്തിൽ ഏതെങ്കിലും ഒരു കുർബാന ചൊല്ലാനായിട്ട് സമ്മതിച്ചിരുന്നു. പക്ഷേ സിനഡ് കുർബാന ചൊല്ലാൻ സമ്മതിച്ചിരുന്നു. പക്ഷേ അതിന് തുടർച്ച ഉണ്ടാകില്ല എന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിൽ ഇനി വത്തിക്കാൻ എന്ത് നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. രഞ്ജിനി, ശരി.